കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ നെയിമിങ്ങുമായി ബന്ധപ്പെട്ട IUPAC റൂളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമുക്ക് ഏതാനും ഉദാഹരണങ്ങൾ നോക്കാം. കൺസിഡർ CONH3 6 ടൈംസ് Cl3. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് തന്നാൽ ആദ്യം നമ്മൾ ഇതിലെ സെൻട്രൽ മെറ്റൽ തിരിച്ചറിയാൻ സാധിക്കണം. അത് കഴിഞ്ഞ് ലിഗാൻസും ദെൻ കൗണ്ടർ അയോണും. ഇവിടെ കൊബാൾട്ടാണ് സെൻട്രൽ മെറ്റൽ. ലിഗാൻഡായി ആക്ട് ചെയ്യുന്നത് അമോണിയ മോളിക്യൂളാണ്. അത് 6 എണ്ണമുണ്ട്. ഈ കോർഡിനേഷൻ സ്പിയറിൻ്റെ ചാർജ് ബാലൻസ് ചെയ്യാനായി കൗണ്ടർ അയോൺ ക്ലോറൈഡാണ് വന്നിരിക്കുന്നത്. കോർഡിനേഷൻ സ്പിയർ നെയിം ചെയ്യുമ്പോൾ ആദ്യം ലിഗാൻഡിൻ്റെ പേരാണ് വേണ്ടത്. ഇവിടെ ലിഗാൻഡ് അമോണിയ അഥവാ അമീനാണ്. അത് 6 എണ്ണമുണ്ട്. അതുകൊണ്ട് ഹെക്സ എന്ന പ്രിഫിക്സ് ചേർക്കണം. നമുക്ക് പേരെഴുതാം. ഹെക്സ അമീൻ. ലിഗാൻസ് കഴിഞ്ഞാൽ സെൻട്രൽ മെറ്റൽ. കൊബാൾട്ടാണ് സെൻട്രൽ മെറ്റൽ. കൊബാൾട്ട്. സെൻട്രൽ മെറ്റൽ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ റോമൻ ഡിജിറ്റിൽ എഴുതണം. നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ അമോണിയ ഒരു ന്യൂട്രൽ ലിഗാൻഡാണ്. അതുകൊണ്ട് അതിൻ്റെ ചാർജ് 0 ആണ്. ക്ലോറൈഡ് -1 ആണ്. 3 ക്ലോറൈഡ് ഉണ്ട്. അതുകൊണ്ട് കൗണ്ടർ അയോണിൻ്റെ ചാർജ് 3 നെഗറ്റീവ്. ബാലൻസ് ചെയ്യണമെങ്കിൽ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിറ്റീവ് 3 ആയിരിക്കണം. സോ കൊബാൾട്ടിന് ശേഷം അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റോമൻ അക്കത്തിൽ എഴുതുന്നു. ഇനി കൗണ്ടർ അയോണിൻ്റെ പേര്, അത് ക്ലോറൈഡ് ആണ്. സോ കോമ്പൗണ്ടിൻ്റെ പേര് ഹെക്സ അമീൻ കൊബാൾട്ട് 3 ക്ലോറൈഡ്. കോർഡിനേഷൻ സ്പിയർ എഴുതുമ്പോൾ കണ്ടിന്യൂസ് അയോൺ എഴുതുന്നത്, ഇടയ്ക്ക് സ്പേസ് ഇടുന്നില്ല. കൗണ്ടർ അയോൺ വരുമ്പോൾ മാത്രമാണ് നമ്മൾ സ്പേസ് ഇടുന്നത്. ഫസ്റ്റ് ലെറ്റർ മാത്രമേ ക്യാപിറ്റൽ ലെറ്റർ ഉള്ളൂ. റിമൈനിങ് ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സ് ആണ്. അടുത്ത എക്സാമ്പിൾ, ഇവിടെ സെൻട്രൽ മെറ്റൽ കൊബാൾട്ടാണ്. ലിഗാൻസ് 3 അമീനുണ്ട്, 2 H2O ഉണ്ട്, 1 ക്ലോറിഡോയുണ്ട്. കൗണ്ടർ അയോണായി കാർബണേറ്റ് ആണ് വന്നിരിക്കുന്നത്. ആദ്യം ലിഗാൻസിൻ്റെ പേര് ആൽഫബറ്റിക്കൽ ഓർഡറിൽ പറയണം. നമ്മൾ അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടുണ്ട്. എപ്പോഴും ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും ലിഗാൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ അമീൻ 3 എണ്ണമാണ് ഉള്ളത്. അതുകൊണ്ട് ട്രൈ അമീൻ. അക്വ 2 എണ്ണം ഉണ്ട്. അതുകൊണ്ട് ഡൈ അക്വ. 1 ക്ലോറിഡോയാണുള്ളത്. ക്ലോറിഡോ. സെൻട്രൽ മെറ്റൽ കൊബാൾട്ട്. ഇനി അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. അമീൻ ന്യൂട്രൽ ലിഗാൻഡ് ആണ്. H2O ന്യൂട്രൽ ലിഗാൻഡ് ആണ്. ക്ലോറിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1. കാർബണേറ്റ് CO3 2 നെഗറ്റീവ് ആണ്. സോ ഇവിടെ -2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മൊത്തം ചാർജ് -3. സോ ഇവിടെ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിറ്റീവ് 3 ആയിരിക്കും. സോ കൊബാൾട്ട് 3 കാർബണേറ്റ്. കോമ്പൗണ്ടിൻ്റെ പേര് ട്രൈ അമീൻ ഡൈ അക്വ ക്ലോറിഡോ കൊബാൾട്ട് 3 കാർബണേറ്റ്. നെക്സ്റ്റ് കോമ്പൗണ്ട് പ്ലാറ്റിനമാണ് സെൻട്രൽ മെറ്റൽ. അമീൻ ലിഗാൻസ് 2 എണ്ണം ഉണ്ട്. ക്ലോറിൻ, ദെൻ നൈട്രൈറ്റ്. അത് നൈട്രജൻ ആറ്റത്തിലൂടെയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് NO2 എന്ന് എഴുതിയിരിക്കുന്നത്. ലിഗാൻസിൻ്റെ പേര് അമീൻ 2 എണ്ണം ഉണ്ട്. അതുകൊണ്ട് ഡൈ അമീൻ ക്ലോറിഡോ. ഇത് നൈട്രിറ്റോ N ആണ്. ഇവിടെ N എന്നത് നൈട്രജൻ ആറ്റത്തിലെ സിമ്പലാണ്. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ലെറ്റർ വന്നത്. നൈട്രിറ്റോ N - സെൻട്രൽ മെറ്റൽ
പ്ലാറ്റിനം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അമീൻ 0 ആണ്, ക്ലോറിഡോ -1, നൈട്രൈറ്റ് -1. സോ പ്ലാറ്റിനം +2 ആയിരിക്കും. പ്ലാറ്റിനം 2. ഇവിടെ കൗണ്ടർ അയോൺ ഇല്ല, അതുകൊണ്ട് നമ്മൾ കൗണ്ടർ അയോണിൻ്റെ പേര് പറയുന്നില്ല. അടുത്ത കോമ്പൗണ്ട് NiCO4 ടൈംസ്. ഇവിടെ ലിഗാൻഡ് കാർബൺ മോണോക്സൈഡ് കാർബണിലാണ്, അത് 4 എണ്ണമാണുള്ളത്. അതുകൊണ്ട് ടെട്ര എന്ന പ്രിഫിക്സ് ചേർക്കുന്നു. ടെട്ര. കാർബണിൽ സെൻട്രൽ മെറ്റൽ നിക്കലാണ്. നിക്കൽ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. കാർബണിൽ ഒരു ന്യൂട്രൽ ലിഗാൻഡാണ്. സോ ഇവിടെ നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 എന്നാണ്. സാധാരണ കാർബണിൽ ഗ്രൂപ്പ് വരുമ്പോഴാണ് മെറ്റൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുള്ളത്. കോമ്പൗണ്ടിൻ്റെ പേര് ടെട്രാ കാർബണിൽ നിക്കൽ 0. നെക്സ്റ്റ് കോമ്പൗണ്ട് CuEn3 ടൈംസ് Cl3. ഇവിടെ സെൻട്രൽ മെറ്റൽ കൊബാൾട്ട്, ലിഗാൻഡ് ഈൻ എന്നാൽ ഈഥൈൻ 1,2 ഡൈഅമീനാണ്. കൗണ്ടർ അയോൺ ക്ലോറൈഡാണ്. നമ്മൾ ആദ്യം ലിഗാൻഡിൻ്റെ പേരെഴുതുന്നു. നമ്മൾ റൂള് പഠിച്ചിരുന്നു. ലിഗാൻഡിൻ്റെ പേരിൽ ഡൈ, ട്രൈ തുടങ്ങിയ വാക്കുകളുണ്ട് എങ്കിൽ നമ്മൾ അവയുടെ എണ്ണം സൂചിപ്പിക്കാനായി പ്രിഫിക്സ് ഡൈ, ട്രൈ എന്ന വാക്കിന് പകരം ബിസ്, ട്രിസ് തുടങ്ങിയ വാക്കുകളാണ് വേണ്ടത്. ഇവിടെ 3 എണ്ണം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ബിസ് എന്ന്, ട്രിസ് എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ട്രിസ്. ഇനി ബ്രാക്കറ്റിലാണ് ഈഥൈൻ 1,2 ഡൈഅമീൻ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. സെൻട്രൽ മെറ്റൽ കൊബാൾട്ട്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈഥൈൻ 1,2 ഡൈഅമീൻ ന്യൂട്രൽ ലിഗാൻഡാണ്. ഒരു ക്ലോറിന് -1, 3 ക്ലോറിൻ -3. സോ കൊബാൾട്ട് +3 ആണ്. സോ കൊബാൾട്ട് 3 ക്ലോറൈഡ്. ട്രിസ് ഈഥൈൻ 1,2 ഡൈഅമീൻ കൊബാൾട്ട് 3 ക്ലോറൈഡ്. നെക്സ്റ്റ് കോമ്പൗണ്ട് സെൻട്രൽ മെറ്റൽ ക്രോമിയം, ലിഗാൻസായി 2 ക്ലോറിനും 2 ഈഥൈൻ 1,2 ഡൈഅമീനും, ദെൻ ഒരു കൗണ്ടർ അയോൺ ക്ലോറൈഡ്. ഇവിടെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം ക്ലോറിഡോയാണ് വരുന്നത്. 2 എണ്ണം ഉണ്ട്. സോ ഡൈ ക്ലോറിഡോ. ഈഥൈൻ 1,2 ഡൈഅമീൻ 2 എണ്ണം ഉണ്ട്, അതുകൊണ്ട് ബിസ്. ബ്രാക്കറ്റിൽ ഈഥൈൻ 1,2 ഡൈഅമീൻ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. സെൻട്രൽ മെറ്റൽ ക്രോമിയം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇത് ന്യൂട്രൽ ലിഗാൻഡാണ് 0. 2 ക്ലോറിന് -2, ഈ ക്ലോറിന് -1, മൊത്തം -3. അതുകൊണ്ട് ക്രോമിയം +3 ആണ്. സോ ക്രോമിയം 3. കൗണ്ടർ അയോണിൻ്റെ പേര് ക്ലോറൈഡ്. നമ്മൾ ഇതുവരെ കണ്ട എല്ലാ എക്സാമ്പിളിലും കോർഡിനേഷൻ സ്പിയർ ഒന്നുകിൽ പോസിറ്റീവ് അയോൺ അതല്ലെങ്കിൽ ന്യൂട്രലാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആ കോമ്പൗണ്ട്സിൽ കോർഡിനേഷൻ സ്പിയർ ആനയോണാണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ സെൻട്രൽ മെറ്റലിൻ്റെ പേര് ആ തന്നിരിക്കുന്ന പോലെ അല്ല അവസാനിപ്പിക്കേണ്ടത്. ATE എന്ന സഫിക്സ് കൂടി ചേർത്താണ് പേര് അവസാനിപ്പിക്കേണ്ടത്. നമുക്ക് ഏതാനും ഉദാഹരണങ്ങൾ നോക്കാം. ഇവിടെ കോർഡിനേഷൻ സ്പിയർ ആനയോണാണ്, കൗണ്ടർ അയോൺ കാറ്റയോൺ ആണ്. നെയിം ചെയ്യുമ്പോൾ ആദ്യം കാറ്റയോണിൻ്റെ പേരാണ് പറയേണ്ടത്. ഇവിടുത്തെ കാറ്റയോൺ പൊട്ടാസ്യമാണ്. നമുക്ക് പേരെഴുതാം. പൊട്ടാസ്യം. കോർഡിനേഷൻ സ്പിയർ നെയിം ചെയ്യുമ്പോൾ ആദ്യം ലിഗാൻഡിൻ്റെ പേര്. 4 എണ്ണം ഉണ്ട്. ഹൈഡ്രോക്സോ ആണ് ലിഗാൻഡ്. സോ ടെട്രാ ഹൈഡ്രോക്സോ.
ടെട്രാ ഹൈഡ്രോക്സോ. സെൻട്രൽ മെറ്റൽ സിങ്ക്. കോർഡിനേഷൻ സ്പിയർ ആനയോൺ ആയതുകൊണ്ട് ATE എന്ന വാക്കുകൂടി ചേർക്കുന്നു. സോ സിങ്കേറ്റ് എന്നാണ് പേര് അവസാനിക്കുന്നത്. സെൻട്രൽ മെറ്റലിൻ്റെ കോർഡിനേഷൻ നമ്പർ. പൊട്ടാസ്യം 2 പോസിറ്റീവ് ചാർജ്. സോ +2 2 × +1 ആണ് +2 എന്ന് കിട്ടിയത്. 4 ഹൈഡ്രോക്സോ 4 × -1 -4. -4ഉം +2ഉം ബാലൻസ് -2 ആണ്. അത് ഈക്വൽ ആക്കണമെങ്കിൽ സിങ്ക് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കണം. സോ ടെട്രാ ഹൈഡ്രോക്സോ സിങ്കേറ്റ് 2. കോമ്പൗണ്ടിൻ്റെ പേര് പൊട്ടാസ്യം ടെട്രാ ഹൈഡ്രോക്സോ സിങ്കേറ്റ് 2. നെക്സ്റ്റ് കോമ്പൗണ്ട് ഇവിടെ കാറ്റയോൺ സോഡിയമാണ്. സോ സോഡിയം കോർഡിനേഷൻ സ്പിയറിൽ 6 സയനോ ആണ് ലിഗാൻഡായി വന്നിരിക്കുന്നത്. സോ ഹെക്സ സയനോ. ഇവിടെ അയൺ ആണ് സെൻട്രൽ മെറ്റൽ. ആനയോണിക് പാർട്ട് ആണ് എങ്കിൽ നമ്മൾ അയണിൻ്റെ കോമൺ നെയിം അല്ല, അതിന് പകരം ലാറ്റിൻ നെയിമാണ് യൂസ് ചെയ്യുന്നത്. ഫെറം എന്നാണ് അവസാനത്തെ UM മാറ്റിയതിന് ശേഷമാണ് ATE എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. സോ ഹെക്സാ സയനോ ഫെറൈറ്റ്. ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താം. Na മൊത്തം +3, 6 സയനോ -6. ഇവിടെ റിമൈനിങ് എന്ന് പറയുന്നത് +3 ആയിരിക്കും. സോ ഫെറൈറ്റ് 3. കോമ്പൗണ്ടിൻ്റെ പേര് സോഡിയം ഹെക്സാ സയനോ ഫെറൈറ്റ് 3. നെക്സ്റ്റ് കോമ്പൗണ്ട് ഇവിടെ പൊട്ടാസ്യമാണ് കൗണ്ടർ അയോൺ. പൊട്ടാസ്യം അലുമിനിയം സെൻട്രൽ മെറ്റൽ ലിഗാൻഡ് ഓക്സലേറ്റ് ആണ്. 3 എണ്ണമാണുള്ളത്. സോ ട്രൈ ഓക്സലേറ്റോ. അലുമിനിയം ഇവിടെ ഇത് ആനയോണിക് പാർട്ടാണ്, അതുകൊണ്ട് ATE എന്ന വാക്ക് ചേർക്കണം. അതുകൊണ്ട് നമ്മൾ അവസാനത്തെ UM മാറ്റുന്നു. IUM മാറ്റുന്നു. അലുമിനേറ്റ്. ഓക്സിഡേഷൻ നമ്പർ പൊട്ടാസ്യം +3, ഓക്സലേറ്റ് -2 ആണ്. 3 × -2 സോ -6. റിമൈനിങ് ഇവിടെ +3 ആയിരിക്കും. സോ അലുമിനേറ്റ് 3. ഈ കോമ്പൗണ്ടിൽ സെൻട്രൽ മെറ്റൽ ഒരു D ബ്ലോക്ക് എലമെൻ്റ് അല്ല, അത് 13th ഗ്രൂപ്പിലെ അലുമിനിയം ആണ്. നെക്സ്റ്റ് കോമ്പൗണ്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ കാറ്റോണിക് പാർട്ടും ആനയോണിക് പാർട്ടും കോർഡിനേഷൻ സ്പിയർ ആണ്. നമ്മൾ പതിവ് പോലെ ഇത് നെയിം ചെയ്യുന്നു. ഇവിടെ കാറ്റോണിക് പാർട്ടിൻ്റെ ചാർജും ആനയോണിക് പാർട്ടിൻ്റെ ചാർജും ബാലൻസ് ചെയ്യാൻ സാധിച്ചിരിക്കണം. അതായത് ഇവിടുത്തെ പോസിറ്റീവ് ചാർജിന് തുല്യമായിരിക്കണം ഇവിടുത്തെ നെഗറ്റീവ് ചാർജ്. ആ ചാർജ് കണ്ടെത്താനായി ഇവിടെ ലിഗാൻഡിൻ്റെ നെറ്റ് ചാർജ് നോക്കിയാൽ മതിയാകും. അമീൻ ഒരു ന്യൂട്രൽ ലിഗാൻഡാണ്, ചാർജ് 0 ആണ്. സയനോ -1 ആണ്. 2 × -1 സോ -2 ആണ് ഈ ലിഗാൻഡിൻ്റെ ചാർജ്. ആ 2 ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താൽ കാറ്റോണിക് പാർട്ടിന് +1ഉം ആനയോണിക് പാർട്ടിന് -1ഉമാണ് വരുന്നത്. ഇനി നമുക്ക് സെൻട്രൽ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടെത്താം. ഇവിടെ ഈ കോർഡിനേഷൻ സ്പിയറിൻ്റെ നെറ്റ് ചാർജ് +1. സോ സിൽവർ +1 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ഇവിടെ സയനൈഡ് -2, അതിലൊരു -1 ഇവിടെ കാണിച്ചു. റിമൈനിങ് -1 ആണ്. സോ ബാലൻസ് ചെയ്യണമെങ്കിൽ സിൽവർ +1 ആയിരിക്കണം. കാറ്റോണിക് പാർട്ട് നമ്മൾ നോർമലായ രീതിയിൽ നെയിം ചെയ്യുന്നു. ഇവിടെ 2 അമീനുണ്ട്. സോ നമുക്കതിൻ്റെ പേര് ഡൈ അമീൻ. സെൻട്രൽ മെറ്റൽ സിൽവർ ആണ്. ഡൈ അമീൻ സിൽവർ 1. ദെൻ ആനയോണിക് പാർട്ട് 2 സയനോ ആണ് ഉള്ളത്. സോ ഡൈ സയനോ.
ഇവിടെ ഇത് ആനോണിക് പാർട്ടാണ്, അതുകൊണ്ട് സിൽവറിൻ്റെ പേര് അർജൻറ്റം എന്നാണ്. അവസാനത്തെ അക്ഷരം മാറ്റി AT എന്ന വാക്ക് ചേർക്കണം. സോ അർജൻറ്റേറ്റ്. ഡൈസയനോ അർജൻറ്റേറ്റ് 1. പേര് ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഡൈ അമീൻ സിൽവർ 1, ഡൈസയനോ അർജൻറ്റേറ്റ് 1. അടുത്തതായി കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ നെയിം തന്നാൽ എങ്ങനെയാണ് ഫോമുല എഴുതുന്നത്? ഇവിടെ നമ്മൾ റൂളുകൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. പേര് തന്നിരുന്നാൽ ഏറ്റവും ആദ്യം സെൻട്രൽ മെറ്റലിൻ്റെ സിമ്പലാണ് എഴുതേണ്ടത്. അതിനുശേഷം ലിഗാൻസിൻ്റെ ഫോമുല ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. നമുക്ക് എപ്പോഴും പേരിൽ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും തന്നിരിക്കുന്നത്, അതേ ഓർഡറിൽ സിമ്പൽ എഴുതിയാൽ മതിയാകും. ഒന്നിലേറെ ആറ്റംസ് ഉള്ള ലിഗാൻസ് ആണ് എങ്കിൽ അവിടെ കർവ്ഡ് ബ്രാക്കറ്റിലാണ് അത് എഴുതേണ്ടത്. ലിഗാൻസിൻ്റെ എണ്ണം സൂചിപ്പിക്കുന്ന നമ്പർ സബ്സ്ക്രിപ്റ്റായി നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്യണം. കോർഡിനേഷൻ സ്പിയറിൻ്റെ ചാർജ് എത്രയാണോ അത് ബാലൻസ് ചെയ്യാൻ വേണ്ട കൗണ്ടർ അയോണാണ് നമ്മൾ ഇടേണ്ടത്. കൗണ്ടർ അയോൺ തന്നിട്ടില്ല എങ്കിൽ കോർഡിനേഷൻ സ്പിയറിൻ്റെ ചാർജ് റൈറ്റ് ടോപ്പിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കണം. നമുക്ക് ഏതാനും ഉദാഹരണങ്ങൾ നോക്കാം. ഫസ്റ്റ് കോമ്പൗണ്ട് ടെട്രാ അമീൻ ഡൈ അക്വ കൊബാൾട്ട് 3 ക്ലോറൈഡ്. ആദ്യം സെൻട്രൽ മെറ്റലിൻ്റെ സിമ്പൽ എഴുതണം. കൊബാൾട്ടാണ് സെൻട്രൽ മെറ്റൽ. സോ കൊബാൾട്ട് എന്ന് നമുക്ക് എഴുതാം CO. ലിഗാൻസ് തന്നിരിക്കുന്ന ഓർഡറിൽ എഴുതുന്നു. അമീൻ NH3 എന്നാണ് കർവ്ഡ് ബ്രാക്കറ്റ്. അത് 4 ഉണ്ട്. സോ ഇവിടെ 4 എന്ന് നമ്മൾ സബ്സ്ക്രിപ്റ്റായിട്ട് എഴുതി. അക്വ H2 ആണ്, അത് 2 ഉള്ളത്. ഇത്രയുമാണ് കോർഡിനേഷൻ സ്പിയർ. കൗണ്ടർ അയോൺ ക്ലോറൈഡ് ആണ്. സോ ക്ലോറിൻ്റെ സിമ്പൽ എഴുതി. ഇവിടുത്തെ നെറ്റ് ചാർജ് ബാലൻസ് ചെയ്യാൻ പാകത്തിന് കൗണ്ടർ അയോൺ വേണം. നമ്മൾ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുക. കൊബാൾട്ട് +3 എന്ന് തന്നിട്ടുണ്ട്. അമീൻ 0 ആണ്, H2O 0 ആണ്. ഇവിടെ +3, ഒരു ക്ലോറിന് -1 ആണ്. ബാലൻസ് ചെയ്യണമെങ്കിൽ 3 ക്ലോറിൻ വേണം. സോ Cl3. സോ ഫോമുല CO NH3 4 ടൈംസ് H2O 2 ടൈംസ് Cl3. നെക്സ്റ്റ് കോമ്പൗണ്ട് ഡൈക്ലോറിഡോ ബിസ് ഈഥീൻ 1,2 ഡൈഅമീൻ പ്ലാറ്റിനം 4 നൈട്രേറ്റ്. സെൻട്രൽ മെറ്റൽ പ്ലാറ്റിനമാണ്, PT. ലിഗാൻസ് Cl, അത് 2 ഉണ്ട്, Cl2. ഈഥൈൻ 1,2 ഡൈഅമീൻ 2 ഉള്ളത്. നമ്മൾ ഈൻ എന്ന് ഷോർട്ടായി എഴുതിയാൽ മതിയാകും. 2. കോർഡിനേഷൻ സ്പിയർ പൂർത്തിയായി. കൗണ്ടർ അയോൺ നൈട്രേറ്റ് ആണ്. നൈട്രിക് ആസിഡിൽ നിന്ന് ലഭിക്കുന്ന നൈട്രേറ്റ് NO3 എന്നാണ് ഫോമുല. ചാർജ് നമുക്ക് നോക്കാം. പ്ലാറ്റിനം +4 ആണ്. ഒരു ക്ലോറിന് -1, 2 ക്ലോറിൻ -2. സോ ഇതിൻ്റെ നെറ്റ് ചാർജ് +2 ആണ്. അതിവിടെ ബാലൻസ് ചെയ്തിരിക്കണം. NO3 1 നെഗറ്റീവ് ആണ്. ഒരു നെഗറ്റീവ് ചാർജേ ഉള്ളൂ. അതുകൊണ്ട് 2 NO3 ഉണ്ടെങ്കിലേ ഇത് ശരിയാവുള്ളൂ. സോ NO3 2 ടൈംസ്. നെക്സ്റ്റ് കോമ്പൗണ്ട് അമീൻ ബ്രോമിഡോ ക്ലോറിഡോ നൈട്രിറ്റോ N പ്ലാറ്റിനേറ്റ് 2. നമുക്ക് ആദ്യം സെൻട്രൽ മെറ്റൽ എഴുതാം. പ്ലാറ്റിനം, ദെൻ അമീൻ. അടുത്ത ലിഗാൻഡ് ബ്രോമിൻ, ക്ലോറിൻ, നൈട്രിറ്റോ N, അതായത് NO2 ആണ്. ഒന്നിലേറെ ആറ്റംസ് ഉള്ളതുകൊണ്ട് കർവ്ഡ് ബ്രാക്കറ്റ് ഇട്ടു. കൗണ്ടർ അയോൺ ഇല്ല. നമുക്ക് ചാർജ് നോക്കാം. പ്ലാറ്റിനം +2, NH3 0 ആണ്. ബ്രോമിൻ -1,
ക്ലോറിൻ -1, നൈട്രൈറ്റ് -1. സോ ഇവിടുത്തെ നെറ്റ് ചാർജ് -1 ആണ്. അങ്ങനെ നെറ്റ് ചാർജ് ഉണ്ട് എങ്കിൽ നമ്മൾ ആ ചാർജ് ഇവിടെ സൂചിപ്പിച്ചിരിക്കണം. സോ 1 നെഗറ്റീവ്. ഈ കോർഡിനേഷൻ സ്പിയർ ഒരു ആനയോൺ ആയതുകൊണ്ടാണ് സെൻട്രൽ മെറ്റലിൻ്റെ പേര് പ്ലാറ്റിനേറ്റ് എന്ന് അവസാനിപ്പിച്ചത്. അടുത്ത എക്സാമ്പിൾ സോഡിയം ടെട്രാ ഹൈഡ്രോക്സോ സിങ്കേറ്റ്. നമുക്ക് ആദ്യം കോർഡിനേഷൻ സ്പിയറിലെ സെൻട്രൽ മെറ്റൽ എഴുതാം. സിങ്കാണ് സെൻട്രൽ മെറ്റൽ, സിമ്പല് ZN. ലിഗാൻസ് ടെട്രാ ഹൈഡ്രോക്സോ, ഹൈഡ്രോക്സോയാണ് ലിഗാൻഡ്, അത് 4 ഉണ്ട്. ഇനി കൗണ്ടർ അയോൺ. ഇവിടെ കൗണ്ടർ അയോൺ കാറ്റയോൺ ആണ്, അതുകൊണ്ട് ആദ്യം എഴുതണം Na എന്ന സോഡിയത്തിൻ്റെ സിമ്പല്. നമുക്ക് ചാർജ് നോക്കാം. സിങ്ക് +2 ആണ്. ഹൈഡ്രോക്സോ OH നെഗറ്റീവാണ്, 1 നെഗറ്റീവ്. അങ്ങനെ 4 ഉണ്ട്. 4 × 1 നെഗറ്റീവ്, -4. സോ ഇതിൻ്റെ നെറ്റ് ചാർജ് -2 ആണ്. ബാലൻസ് ചെയ്യണമെങ്കിൽ സോഡിയം +1 ആണ്, 2 ആവശ്യമുണ്ട്. സോ Na2ZOH 4 ടൈംസ് എന്നാണ് ഫോർമുല. നെക്സ്റ്റ് കോമ്പൗണ്ട് പൊട്ടാസ്യം ട്രൈ ഓക്സലേറ്റോ അലുമിനേറ്റ് 3. സെൻട്രൽ മെറ്റൽ അലുമിനിയമാണ്, Al എന്നാണ് സിമ്പൽ. ദെൻ ട്രൈ ഓക്സലേറ്റോ, ഓക്സലേറ്റോ ഫോർമുല C2O4 എന്നാണ്, അത് 3 ഉണ്ട്. കോർഡിനേഷൻ സ്പിയർ പൂർത്തിയായി. കൗണ്ടർ അയോൺ പൊട്ടാസ്യമാണ്, K. ചാർജ് എഴുതാം. അലുമിനിയം +3, C2O4 2 നെഗറ്റീവാണ്, 3 × -2 -6. ഇവിടെ ബാലൻസ് ചാർജ് -3 ആണ്. അത് ബാലൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പൊട്ടാസ്യം ഫസ്റ്റ് ഗ്രൂപ്പിൽ എലമെൻ്റ് ആണ്, +1 ആണ്. സോ 3 വേണം. സോ K3Al C2O4 3 ടൈംസ്. നെക്സ്റ്റ് കോമ്പൗണ്ട് അയൺ 3 ഹെക്സാ സയനോ ഫെറൈറ്റ് 2. ഇത് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചൊരു കോമ്പൗണ്ടാണ്. നൈട്രജൻ അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ട് ഡിറ്റക്ഷനിൽ പ്രഷ്യൻ ബ്ലൂ കളർ കിട്ടുന്നത് ഈ കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോഴാണ്. നമുക്ക് പേരെഴുതാം. ഹെക്സാ സയനോ ഫെറൈറ്റ്. സെൻട്രൽ മെറ്റൽ Fe ആണ്. ലിഗാൻഡ് ഹെക്സാ സയനോ, സയനോ 6. കോർഡിനേഷൻ സ്പിയർ പൂർത്തിയായി. ഇവിടെ കൗണ്ടർ അയോൺ അയൺ ആണ്. ചാർജ് എഴുതാം. Fe +2 ആണെന്ന് തന്നിട്ടുണ്ട്. സയനൈഡ്, ഒരു സയനൈഡിൻ്റെ ചാർജ് Cn നെഗറ്റീവ്, 6 × 1 നെഗറ്റീവ് -6. ഇവിടെ നെറ്റ് ചാർജ് -4 ആണ്. അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നിട്ടുണ്ട്, +3. ഇതുവരെയുള്ള ഉദാഹരണത്തിൽ നമുക്കറിയാം സോഡിയം ആൻഡ് പൊട്ടാസ്യം ഫസ്റ്റ് ഗ്രൂപ്പിലായതുകൊണ്ടാണ് +1 നമ്മൾ എടുത്തത്. സോ ഇവിടുത്തെ ചാർജ് +3ഉം ഇവിടെ -4 ആണ്. മ്യൂച്വലായി ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ചാർജ് ക്യാൻസൽ ചെയ്യാനായി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ Fe 4 ടൈംസ്, ഇവിടെ 3 ടൈംസ്. സോ കോമ്പൗണ്ടിൻ്റെ ഫോർമുല Fe4 FeCN6 ദിസ് 3 ടൈംസ്. നമുക്കിവിടുന്ന് 2 മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നത്. 1 മാർക്കിന് നെയിം എഴുതാനും 1 മാർക്കിന് നെയിം തന്നിട്ട് ഫോർമുല എഴുതാനും.